അമേരിക്കയിലെ റോഡ് ഐലൻഡിൽ ഐസ് ഹോക്കി മത്സരത്തിനിടെ വെടിവയ്പ്. ഹൈസ്കൂൾ ഐസ് ഹോക്കി മത്സരത്തിനിടെയാണ് വെടിവയ്പുണ്ടായത്. വെടിവയ്പിൽ ഒരു പെൺകുട്ടി മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. വെടിവെച്ചയാളും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? റോഡ് ഐലൻഡിലെ ഒരു ഐസ് ഹോക്കി, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഐസ് ഹോക്കി മത്സരത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേൾക്കുകയും വെടിവെച്ച് കേട്ടതിനെ തുടർന്ന് പരിഭ്രാന്തരായ ജനം രക്ഷപ്പെടാൻ ഓടുന്നു സാധിക്കുന്നുണ്ട്. രക്ഷയ്ക്ക് അവർ ഓരോ നീക്കങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നുണ്ട്. ഈ ആക്രമണം ഒരാൾ അവിടെ തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു പ്രധാന വിഷയം ഈ ആക്രമി വീട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെയും ഒരു കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഇവിടെ എത്തിയത് എന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. നിലവിൽ ഈ ഐസ് സ്കേറ്റിംഗ് സ്കൂളിന്റെ ഐസ്കേറ്റിംഗ് നടന്നിരുന്ന സ്കൂളിൽ മരണം സംഭവിച്ചിരിക്കുന്നത് 3 പേരുടെ മരണമാണ് എന്ന റിപ്പോർട്ടുകളാണ്. ഒരു കുട്ടിയുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന പ്രശ്നം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഈ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ക്രിമിനലുകളുടെ വിളയാട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.